ഓസ്കാർ ഇവന്റ്സിനെ ഒതുക്കുന്നത് എന്തിനു വേണ്ടി, ആർക്കു വേണ്ടി? ആഗസ്റ്റ് 22 നടക്കുന്ന നെഹ്റു വെള്ളംകളി മത്സരത്തിന് ഇവന്റ് മാനേജ് ചെയ്യുന്നതിന് ആഘോഷ കമ്മിറ്റി എക്സിക്യൂട്ടീവ് യോഗത്തിൽ കളക്ടർ ഷാജി വി നായർ, ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിനോദ് എന്നിവരുടെ സാന്നിധ്യത്തിൽ തൃശൂരിലെ ഓസ്കാർ ഇവന്റ് മാനേജ്മെന്റിനെ നെഗോസിയേഷനു വേണ്ടി ക്ഷണിച്ചുവരുത്തി. കൊട്ടേഷൻ ഉറപ്പിക്കുമെന്നായ സാഹചര്യത്തിൽ ആയത് തട്ടിത്തെറിപ്പിക്കാൻ വ്യാജ വാർത്തകൾ നൽകിയവരുടെ ഉദ്ദേശശുദ്ധി തിരിച്ചറിയണമെന്ന് ഓസ്കാർ ഇവന്റ് സിഇഒ ജനീഷ് PS തൃശൂരിൽ ഓൺലൈൻ പ്രസ് ക്ലബിന്റെ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. അതാ ഞാൻ പറഞ്ഞേ, ഞങ്ങളെ പോലെ അന്നത്തെ ദിവസം പ്രസന്റ് ചെയ്യാൻ വന്ന വേറൊരു കമ്പനി ഉണ്ടായിരുന്നു. ആ കമ്പനി ഞങ്ങൾ പ്രസന്റ് ചെയ്യാൻ തുടങ്ങുന്നേക്കാൾ തൊട്ടു മുന്നേ അവര് കളക്ടറുമായിട്ട് വാക്ക് തർക്കം ഉണ്ടാവുകയാണ്. ഇത് പറഞ്ഞാൽ ഇവര് വീഡിയോയിൽ പങ്കെടുത്തതാണോ, ഇവര് പ്രസന്റേഷൻ ആരാണ് വിളിച്ചത് എന്ന് ചോദിച്ച് അവർ തർക്കം ഉണ്ടാക്കിയപ്പോ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലാണ് അവർ തർക്കം ഉണ്ടാക്കിയത്. അപ്പൊ സ്വാഭാവികമായിട്ട് അവർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചോദിച്ചു, ഇതൊക്കെ ചോദിക്കാൻ നിങ്ങൾ ആരാണ് എന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഈ പറഞ്ഞ ഇവന്റ് മാനേജേഴ്സിനോട് ചോദിച്ചു. അപ്പോ അവർ പറഞ്ഞു, ഞങ്ങൾ ഇതൊക്കെ അറിയണം, നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത് വന്നതാന്ന് പറഞ്ഞു. കളക്ടർ ആദ്യം അവരോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു. രണ്ടാമത് പറഞ്ഞു കഴിഞ്ഞിട്ടും അവർ കേൾക്കാതെ ആയപ്പോ കളക്ടർ പുറത്തുനിന്ന് പോലീസിനെ വിളിച്ചിട്ടാണ് അവരവിടുന്ന് മാറ്റുന്നത്. സ്വാഭാവികമായിട്ടും അവർക്ക് ഇതിൽ ദേഷ്യം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. കാരണം അങ്ങനെ തർക്കം ഉണ്ടാക്കുന്ന കാര്യമില്ല. എല്ലാവരും പ്രസന്റ് ചെയ്യുന്നു, ആരൊക്കെ കിട്ടാൻ പോണെന്ന് പോലും അറിയില്ല. ഒന്നെങ്കിൽ നമ്മൾ പ്രസന്റേഷൻ തുടങ്ങിയപ്പോൾ തന്നെ അവർക്ക് ഉണ്ടായിട്ടുള്ള അവരുടെ വേവലാതിയായിരിക്കും അവരോട് അങ്ങനെ പ്രതികരിച്ചത്. നമ്മളിത് എല്ലാവർക്കും കിട്ടിയ ഓപ്പർച്യൂണിറ്റിയാണ് പ്രസന്റ് ചെയ്യാറുള്ളത്. ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വീഡിയോ ഞങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഞങ്ങൾ അവർക്ക് വിഷ്വലി എന്താണ് ഞങ്ങൾ അവിടെ സബ്മിറ്റ് ചെയ്തതെന്നുള്ളത് അത് നിങ്ങൾക്ക് കാണാം. അത് ഇനി എല്ലാവരും പബ്ലിക്കലി കണ്ടോട്ടെ. കൊട്ടേഷൻ ക്ഷണിച്ച് നിരവധി പേർ അപേക്ഷ നൽകിയെങ്കിലും അന്തിമമായി നല്ല രീതിയിൽ പ്രസന്റേഷൻ വീഡിയോ അവതരിപ്പിച്ച ഓസ്കാർ ഇവന്റ്സും മറ്റൊരു കമ്പനിയുമാണ് അവസാന റൗണ്ടിൽ സംഘാടകർ ക്ഷണിച്ചുവരുത്തി ചർച്ചയ്ക്കിരുത്തിയത്. ഓസ്കാറിനെ കൂടാതെ വന്ന മറ്റൊരു കമ്പനി കലൂർ നെഹ്റു സ്റ്റേഡിയത്തിൽ MLA ഉമാ തോമസിന്റെ സംഭവിച്ച അപകടത്തിന്റെ ഉത്തരവാദിത്തം ഓസ്കാർ ഇവന്റിനാണെന്ന് പറഞ്ഞ് കളക്ടറുമായി യോഗത്തിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും കമ്മിറ്റി ഒന്നടക്കം അവരെ എതിർത്ത് യോഗത്തിൽ നിന്ന് പുറത്തു പോകാനും ആവശ്യപ്പെട്ടു. അതിനുശേഷം തെറ്റിദ്ധാരണ പരത്താവുന്ന രീതിയിൽ ഓസ്കാറിനെ വാർത്ത നൽകുകയും ചെയ്തത് ജനത്തെ തെറ്റിദ്ധരിപ്പിക്കാനാണെന്ന് ജനീഷ് പറഞ്ഞു. നെഹ്റു ട്രോഫി വെള്ളംകളിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ടെൻഡർ ക്ഷണിക്കുകയുണ്ടായി. ആ ടെൻഡറിൽ ഞങ്ങള് കുറച്ച് കമ്പനികളെ അവർ ടെൻഡറിൽ പങ്കെടുത്തിരുന്നു. അതിനുശേഷം ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ഏറ്റവും നന്നായിട്ട് പ്രസന്റ് ചെയ്തിട്ടുള്ള 2 കമ്പനികളെ അവരുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഞങ്ങൾ പ്രസന്റ് ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചു. ആ ക്ഷണിച്ചതിന്റെ ഭാഗമായി ഞങ്ങൾ അവിടെ പോയി പ്രസന്റേഷൻ കൊടുത്തു. പ്രസന്റേഷൻ കഴിഞ്ഞ് ഞങ്ങളുടെ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. വേറൊരു കമ്പനിയും ഇതുപോലെ തന്നെ ഇവന്റ് കമ്പനി വന്നിരുന്നു. അവര് അതിന്റെ ഈ മീറ്റിംഗിന്റെ ഇടയിൽ ഉണ്ടായ ഒരു തർക്കത്തിന്റെ ഭാഗമായി കളക്ടർ അവരെ പുറത്താക്കി. അവിടെ ഇത് അനാവശ്യമായിട്ട് വർത്തമാനങ്ങളുണ്ട്, അവർ പുറത്താക്കിയതിന് പുറത്ത് ഞങ്ങൾ പ്രസന്റ് ചെയ്ത് ഞങ്ങൾ തിരിച്ചിറങ്ങി വന്നു. പിറ്റേ ദിവസം കാലത്ത് പല ചാനലുകളിലും വന്ന ഒരു വിഷയമാണ് വിവാദമായ കമ്പനിയാണ് ഈ ടെൻഡറിൽ പങ്കെടുത്തത് എന്നുള്ളതാണ്. വിവാദമായ കമ്പനി എന്ന് പറയുന്നത് ഉമാ തോമസ് മാഡം ഒരു പരിപാടിയിൽ സ്റ്റേജിൽ നിന്ന് വീണു എന്ന് പറയുന്ന ഒരു വിഷയം തന്നെയാണ്. എല്ലാവരും കണ്ടതാണ്. അന്ന് ഞങ്ങൾ ഞങ്ങളുടെ ഭാഗം ഞങ്ങൾ ആരോട് പറയാൻ ശ്രമിച്ചില്ല. കാരണം എന്താ വെച്ചാൽ അന്ന് അത്രയും ഒരു കോൺട്രവേഴ്സിയിൽ നിൽക്കുന്ന ഒരു കാര്യത്തിൽ നമ്മളെ ന്യായീകരിക്കാൻ വേണ്ടി വന്ന് പറയുന്നതല്ലല്ലോ അതിന് ശരി. അതിൻ്റെ ഒരു ഫാക്ട് നിങ്ങളോട് പറയണം എന്നുള്ളത് നമ്മൾ അന്നും ആഗ്രഹിച്ചിരുന്നു. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളൊരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ്. ഞങ്ങൾ നടത്തുക ഇവന്റ് അല്ല. ഞങ്ങളുടെ ഒരു കമ്പനി ഞങ്ങളെ ഹയർ ചെയ്യുന്നു. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഞങ്ങളെ കൊണ്ട് ടെൻഡർ വെച്ച് ഞങ്ങൾ അവർ പറഞ്ഞ ആവശ്യങ്ങൾ ഞങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ സ്റ്റേജും അനുബന്ധ സജ്ജീകരണങ്ങളും സെക്യൂരിറ്റി എല്ലാ സംവിധാനവും ഞങ്ങൾ ഒരുക്കുന്നു. അപ്പൊ അവരുടെ റിക്വയർമെന്റ് മൃദംഗ വിഷൻ എന്ന് പറയുന്ന കമ്പനിയുടെ റിക്വയർമെന്റ് എന്തായിരുന്നു വെച്ചാൽ മെയിൻ സ്റ്റേജിൽ അവര് ഉദ്ഘാടനത്തിന് മെയിൻ സ്റ്റേജ് ഒരു 60ഓളം ആർട്ടിസ്റ്റുകൾ ഡാൻസ് കളിക്കുന്ന ഒരു സ്റ്റേജും അതിന്റെ തൊട്ട് താഴെയായി അവർക്ക് ഗിന്നസ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു സബ് സ്റ്റേജും വേണം എന്നുള്ളൊരു റിക്വയർമെന്റ് ആണ് ഞങ്ങളോട് പറഞ്ഞിരുന്നത്. അത് പ്രകാരം ഞങ്ങൾ സ്റ്റേജൊക്കെ അറേഞ്ച്മെന്റ്സ് ചെയ്തു. അതിനുശേഷം ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം എന്ന് പറയുന്ന നിലവിളക്ക് കത്തിക്കുന്ന പരിപാടി ഗ്രൗണ്ടിന്റെ നടുക്ക് ദിവ്യോണി ഡാൻസ് കളിക്കുന്നതിന് തൊട്ടടുത്തായിട്ട് ഈ നിലവിളക്ക് വെക്കണം. ആ നിലവിളക്ക് കത്തിച്ചുകൊണ്ട് ഉദ്ഘാടനം എന്നാണ് ഞങ്ങളോട് പറഞ്ഞിരുന്നത്.
ഞങ്ങൾ അവരുടെ ഇത് പ്രകാരം ഞങ്ങൾ നിലവിളക്ക് പരിപാടിക്ക് ഒരു അരമണിക്കൂർ മുമ്പാണ് നമ്മളോട് നിലവിളക്ക് വെക്കുന്നത്. എല്ലാവരും സെറ്റായതിനു ശേഷം നിലവിളക്ക് വെക്കാൻ ചെല്ലുമ്പോൾ അവർ പറഞ്ഞു ഈ ഗ്രൗണ്ടിൽ നിലവിളക്ക് വെക്കാൻ പാടില്ല, ഇവിടെ വെക്കാൻ പാടില്ല എന്ന് DCDയുടെ ഭാരവാഹികളും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ആളുകളും എന്ന് പറഞ്ഞതിന്റെ പുറത്ത് ഞങ്ങൾ സംഘാടകരോട് ചോദിച്ചു എന്താ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ തൽക്കാലം ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ ഈ നിലവിളക്ക് സബ് സ്റ്റേജിലേക്ക് വെച്ചോളൂ, അവിടെ നിലവിളക്ക് എത്തിക്കല് അവിടെ ചെയ്യാമോ. അവരെ യോഗത്തിൽ നിന്നും പുറത്താക്കിയത് വള്ളംകളി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. അവർ പോയതോടെ ഓസ്കാർ മാത്രമേ പരിഗണനയ്ക്ക് വരികയുള്ളൂ എന്ന് മനസ്സിലാക്കിയവരാണ് അത് മുടക്കാനായി മുൻപ് എറണാകുളത്ത് നടന്ന ഇവന്റുമായി ബന്ധപ്പെടുത്തി ആരോപണം ഉന്നയിക്കുന്നത്. ഈ ഇവന്റ് കമ്പനി ഏതെല്ലാം അനുമതി പത്രങ്ങൾ സമാഹരിക്കണോ അതെല്ലാം സംഘടിപ്പിച്ച് സംഘാടകർ പറയുന്നതിനനുസരിച്ച് നടത്തിക്കൊടുക്കുക എന്ന ചുമതലയാണുള്ളത്. മനഃപൂർവ്വം ഓസ്കാർ ഇവന്റിന്റെ പ്രവർത്തനങ്ങൾ തടയുക വഴി 40ഓളം കുടുംബങ്ങളുടെ ജീവന ഉപാധിയാണ് നഷ്ടപ്പെടുത്തുന്നത് എന്നുകൂടി ഓർക്കണമെന്നും ജനീഷ് പറഞ്ഞു. ഉമാ തോമസിന്റെ കാര്യത്തിൽ സംഭവിച്ചത് നിർഭാഗ്യകരമാണെന്നും അദ്ദേഹം തുടർന്നു പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ ഇലക്ഷൻ പ്രചരണ പരിപാടി വരെ ഏറ്റെടുത്ത ഇവന്റ് കമ്പനിയാണ് ഓസ്കാറിന്റേത്. ഒരു രാഷ്ട്രീയ പാർട്ടികളോടും വെറുപ്പോ വൈരാഗ്യമോ ഇല്ലെന്നും ഞങ്ങളോടുള്ള സമീപനത്തിൽ മാറ്റം വരുത്തണമെന്നും ജനീഷ് അഭ്യർത്ഥിച്ചു. ബിസിനസ്സിൽ കുറച്ചു കാലങ്ങളായി തുടരുന്ന അകറ്റി നിർത്തൽ ഉപേക്ഷിക്കണമെന്നും പറഞ്ഞു. ഡയറക്ടർ നിരഞ്ജനും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. ജോലിക്കായി പഠിക്കൂ മിനർവയിലൂടെ. SSLC+2 കഴിഞ്ഞവർക്കായി സ്കിൽ ഡിപ്ലോമ കോഴ്സുകൾ, അലൈഡ് ഹെൽത്ത് രംഗത്ത് അസിസ്റ്റന്റ്, കൂടാതെ ജോലി സാധ്യത ഏറെയുള്ള ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻസ്ട്രുമെന്റേഷൻ, ഹോട്ടൽ മാനേജ്മെന്റ്, ഫാഷൻ ഡിസൈനിംഗ്, പ്രീ പ്രൈമറി TTC. ഡിഗ്രി കഴിഞ്ഞവർക്കായി മികച്ച ജോലി സാധ്യതയുള്ള ഹ്രസ്വകാല കോഴ്സുകൾ, PG ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, PG ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ്, കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സും. മിനർവ അക്കാഡമി സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ് തൃശൂർ, ഒരു ISO സർട്ടിഫൈഡ് സ്ഥാപനം. വിളിക്കൂ 9895841933. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.